Hi friends, welcome to Learn Programming in Malayalam. നമ്മൾ ഇന്ന് ഈ വീഡിയോ സീരീസിലൂടെ പഠിക്കാൻ പോകുന്നത് കമ്പ്യൂട്ടർ സയൻസ് ഫണ്ടമെൻ്റൽസ് ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ബൈനറി നമ്പേഴ്സ് എന്തെന്നുള്ള കാര്യമാണ്. അപ്പോൾ ബേസിക്കലി കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഒരു ഡിവൈസ് നമ്മൾ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊരു ഇൻപുട്ട് യൂസർ ഒരു ഇൻപുട്ട് കൊടുക്കുന്നു, കമ്പ്യൂട്ടർ അതിനെ പ്രോസസ്സ് ചെയ്യുന്നു, പിന്നീട് ഒരു ഔട്ട്പുട്ട് തരുന്നു. അപ്പോൾ ഇതാണ് ഒരു കമ്പ്യൂട്ടറിൽ ബേസിക്കലി നിങ്ങൾ എന്ത് ഓപ്പറേഷൻ ചെയ്താലും ഒരു കമ്പ്യൂട്ടറിൽ ബേസിക്കലി നടക്കുന്ന ഒരു ഫങ്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു പ്രോസസ്സാണ്. അപ്പോൾ നമുക്ക് ഈ ഇൻപുട്ടിനെ പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ഡാറ്റ കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്യേണ്ട അല്ലെങ്കിൽ റെപ്രസെൻ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അത് റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു മെത്തേഡ് അല്ലെങ്കിൽ ആ രീതിയാണ് നമ്മളിപ്പോൾ ബൈനറി നമ്പർ സിസ്റ്റം അല്ലെങ്കിൽ ബൈനറീസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് ഹൗ ഹ്യൂമൻസ് റെപ്രസെൻറ്റ്സ് നമ്പേഴ്സ്. അതായത് നമ്മൾ ഇപ്പോൾ മാത്സിലൊക്കെ പഠിച്ചിരിക്കുന്ന പോലെ തന്നെ എങ്ങനെയാണ് നമ്പർ സിസ്റ്റം നമ്മുടെ വർക്ക് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് ഡെസിമൽ നമ്പർ സിസ്റ്റമാണ്. അപ്പോൾ ഈ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ 0 to 9 വരെ 10 ഡിജിറ്റ്സ് ആണ് ഉള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇതിൽ 125 എന്ന് പറയുന്ന ഒരു നമ്പർ. അപ്പോൾ ഈ ഒരു നമ്പർ വന്നിരിക്കുന്നതിന് ഒരു ഫോർമുല ആക്ച്വലി ഉണ്ട്. അപ്പോൾ ഈ ഒരു ഫോർമുല യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഏതൊരു നമ്പറിനെയും റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു ഫോർമുല വരുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ ഫസ്റ്റ് പ്ലേസ് എന്ന് പറയുന്നത് ഈ ഒരു എക്സാമ്പിളിലാണെങ്കിൽ 5 എന്ന് പറയുന്നത് 10⁻⁴, അത് 1's പ്ലേസ് എന്ന് പറയാം. പിന്നെ ഉള്ളത് 10's പ്ലേസ്, പിന്നെ 100's പ്ലേസ്. അപ്പോൾ അത് വരുന്നത് 10ൻ്റെ പവേഴ്സായിട്ടാണ് നമുക്ക് ഈ ഒരു കാര്യം വരുന്നത്. അപ്പോൾ ആ ഒരു കാൽക്കുലേഷൻ ഈ ഒരു നമ്പർ എങ്ങനെ നമുക്ക് കിട്ടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 × 5, അതായത് 10⁻⁴ × 5, സെക്കൻഡ് പൊസിഷൻ വരുമ്പോൾ 10⁻²1 × 2. 10⁻1 എന്ന് പറയുന്നത് 10 ആണ്, ഇൻറ്റു 2, അതായത് ഈ ഒരു നമ്പറിൻ്റെ 2 വരുന്നു. പിന്നെ ഈ ലാസ്റ്റ് പൊസിഷൻ ഇവിടെ വരുന്നത് 10⁻² ആണ്, അപ്പോൾ അത് 100 ആണ്. 100 ഇൻറ്റു ഇവിടുത്തെ നമ്പർ 1. ഇതിൻ്റെ മൂന്നിൻ്റെയും ഒരു സമ്മാണ് നമുക്ക് ഈ പറയുന്ന 125 എന്ന് പറയുന്ന ഒരു നമ്പർ കിട്ടുന്നത്. അപ്പോൾ ഇത് ഒരു കോമൺ ഇക്വേഷനാണ്. നിങ്ങൾക്ക് ഡെസിമൽ നമ്പേഴ്സിൽ ഏതൊരു നമ്പറിനും ഇങ്ങനെ ഒരു ഫോർമുല വെച്ചിട്ട് നമുക്ക് ഏത് നമ്പറിനെയും കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ പുതിയ ഡിജിറ്റ് നമ്മൾ ആയിരങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ പുതിയ ഡിജിറ്റ് വരുന്ന സമയത്ത് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ഓരോ 10ൻ്റെ അടുത്ത പവറാണ് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ തന്നെയാണ് കമ്പ്യൂട്ടറിൽ ബൈനറി നമ്പർ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. ഈ ഒരു കൺസെപ്റ്റ് സെയിം ആണ്, പക്ഷേ കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യുന്ന ബൈനറിക്ക് അതിൻ്റേതായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അത് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ കമ്പ്യൂട്ടറിൽ എങ്ങനെയാണ് ഡാറ്റ റെപ്രസെൻ്റ് ചെയ്യുന്നത്? കമ്പ്യൂട്ടറിന് നമ്മുടെ ഡെസിമൽ നമ്പർ സിസ്റ്റം പോലെ അത്രയും ഡിജിറ്റ്സ് ഒന്നും അവൈലബിൾ അല്ല. കമ്പ്യൂട്ടറിലാകെ 2 ഡിജിറ്റ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് 1ഉം ഒന്ന് 0യുമാണ്. ഇപ്പോൾ കമ്പ്യൂട്ടറിലെ എല്ലാ ഡാറ്റയും നമ്മൾ ഈ ഒരു 1 അല്ലെങ്കിൽ 0 വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാക്കാനുള്ള എളുപ്പത്തിന് 1നെ നമുക്ക് ഓൺ സ്റ്റേറ്റ് അല്ലെങ്കിൽ നമ്മളിവിടെ ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന ഒക്കെ നമ്മുടെ ഒരു ഇലക്ട്രോണിക്സ് സർക്യൂട്ടിലെ ബോർഡിലാണ്. അപ്പോൾ ആ ബോർഡിൽ അതിൻ്റെ ഒരു ഓൺ സ്റ്റേറ്റ് എന്ന് വേണമെങ്കിൽ പറയാം, അതായിരിക്കും 1 എന്ന് പറയുന്ന വാല്യൂ. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ബൂളിയനായിട്ടാണ് പറയുന്നതെങ്കിൽ ട്രൂ വാല്യൂ എന്ന് വേണമെങ്കിൽ പറയാം. അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഓഫ് സ്റ്റേറ്റ് അല്ലെങ്കിൽ 0 വാല്യൂ ആണ്. അപ്പോൾ 0 വാല്യൂവിനെ നമ്മൾ ഫോൾസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ 2 ഡിജിറ്റ്സിൻ്റെ കോമ്പിനേഷനായിട്ടാണ് നമ്മൾ കമ്പ്യൂട്ടറിൽ എല്ലാ ഡാറ്റയും റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്പർ സിസ്റ്റം അല്ലെങ്കിൽ നമ്പേഴ്സ് എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്ന കാര്യമാണ് നോക്കുന്നത്. പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള പല വീഡിയോസിലും നമുക്ക് ബാക്കി ഡാറ്റ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ പഠിക്കാം. അപ്പോൾ ഈ ഒരു ബൈനറി നമ്പർ സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം.
അപ്പോൾ ഇതൊരു ടേബിളാണ്. അപ്പോൾ ഈ ഒരു ടേബിളിൽ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത് ഡെസിമൽ നമ്പേഴ്സാണ്. നമ്മുടെ 0 to 9 വരെയുള്ള നമ്പേഴ്സാണ്. റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ള ബൈനറി റെപ്രസെൻറ്റേഷൻ, അഥവാ നമ്മുടെ കമ്പ്യൂട്ടറിൽ എങ്ങനെ ഈ നമ്പർ റെപ്രസെൻ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു കമ്പ്യൂട്ടറിൽ ബൈനറിയിൽ നമുക്ക് 0ഉം 1ഉം മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ ഫസ്റ്റ് 0 എന്ന് പറയുന്ന ഒരു ഡിജിറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, നമ്പർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് നമ്മളെല്ലാം 0 ആയിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. ഇതിൽ നമ്മളിവിടെ ഒരു 4 ഡിജിറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ബാക്കിയുള്ള നമ്പേഴ്സും കൂടി റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. 0ക്ക് ഒരു സിംഗിൾ 0 കൊടുത്താലും അത് വാലിഡാണ്. അപ്പോൾ അത് കഴിഞ്ഞ് അടുത്ത നമ്പർ വരുന്ന സമയത്ത് 1 വന്നു. 1 വരുന്ന സമയത്ത് നമ്മളും ഇവിടെ ഒരു 1 ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുവരെ ശരിക്കും പറഞ്ഞാൽ ഒരു വ്യത്യാസമില്ല. ഡെസിമലും ബൈനറിയുമായിട്ട് നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് വ്യത്യാസം കാണാനായിട്ട് സാധിക്കില്ല. പക്ഷേ അടുത്ത ഡിജിറ്റ് 2 എന്ന് പറയുന്ന ഡിജിറ്റ് വരുന്ന സമയത്ത് ഇതൊരു തേർഡ് ഡിജിറ്റാണ്. ഡെസിമലിലെ തേർഡ് ഡിജിറ്റാണ് 2 എന്ന് പറയുന്നത്. പക്ഷേ ബൈനറിയുടെ കേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മൂന്നാമതൊരു ഡിജിറ്റ് ഇല്ല. അപ്പോൾ അങ്ങനെ വരുന്ന കേസിൽ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നെക്സ്റ്റ് ലെവൽ ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ആ നെക്സ്റ്റ് ലെവൽ 1 ആണ്. അപ്പോൾ ഇവിടെ 1 0 എന്ന് പറയുന്നത് ഒരിക്കലും 10 അല്ല. ബൈനറിയിലെ നമ്മൾ 2 എന്ന് പറയുന്ന ഡെസിമലിലെ 2വിനെ ബൈനറിയിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത് 1 0 എന്ന് പറയുന്ന നമ്പറായിട്ടാണ്. അപ്പോൾ അതുപോലെ തന്നെ 3 വരുന്ന സമയത്ത് നമ്മളിവിടെ ഇതിൻ്റെ നെക്സ്റ്റ് നമ്പർ 1 0 കഴിഞ്ഞാൽ 1 1 ആണ്. അപ്പോൾ 1 1 എന്ന് പറയുന്നതാണ് നമ്മുടെ 3 എന്ന് പറയുന്ന നമ്പർ. അപ്പോൾ അത് ഓരോ ഡിജിറ്റും ഇൻക്രിമെൻ്റ് ആയിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് പോയിട്ടാണ് നമ്മൾ ഓരോ നമ്പേഴ്സും റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ എക്സാമ്പിൾ പറഞ്ഞെങ്കിലും ഇതിൻ്റെയും ഒരു ഇക്വേഷനുണ്ട്. നമ്മൾ ഡെസിമൽ നമ്പർ പറഞ്ഞതുപോലെ ഒരു ഇക്വേഷൻ ഇതിനുമുണ്ട്. അപ്പോൾ ആ ഇക്വേഷനെ ബേസ് ചെയ്തിട്ടാണ് ഈ നമ്പേഴ്സ് ആഡപ്പായിട്ട് വരുന്നത്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു നമ്മൾ ഡെസിമലിൻ്റെ കേസിൽ 10ൻ്റെ പവേഴ്സായിട്ടാണ് നമ്പേഴ്സ് വരുന്നതെങ്കിൽ ഈ ബൈനറി നമ്പർ സിസ്റ്റത്തിൽ വരുന്നത് 2ൻ്റെ പവറായിട്ടാണ്. കാരണം ബൈനറിയിൽ നമുക്കാകെ 2 നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഫസ്റ്റ് പ്ലേസിൽ 2 raised to 0 ആയിരിക്കും വരുന്നത്, പിന്നെ 2 raised to 1 ആയിരിക്കും വരുന്നത്, നെക്സ്റ്റ് 2 raised to 2. അങ്ങനെ ലെഫ്റ്റിലേക്ക് നമുക്ക് എത്ര ഡിജിറ്റ് ഉണ്ടോ അതിൻ്റെ പവേഴ്സായിട്ടായിരിക്കും നമ്പേഴ്സ് വരുന്നത്. ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇവിടെ 0 1 0 0 എന്ന് പറയുന്ന നമ്പർ അത് ആക്ച്വലി ഡെസിമൽ 4ന് ഈക്വലൻ്റ് ആണ്. അപ്പോൾ ഈ ഡെസിമൽ 4 എന്ന് പറയുന്ന വാല്യൂ എങ്ങനെയാണ് കിട്ടുന്നതെന്ന് നോക്കാം. നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഈ ഒരു എക്സാമ്പിളിൽ 2 raised to 0 വെച്ചിട്ടാണ് നമ്മൾ റൈറ്റ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് 0 എന്ന് പറയുന്നത് 2 raised to 0 into 0 ആണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 ആണ്, കാരണം ഇവിടെ വാല്യൂ 0 ആണ്. പിന്നെ നെക്സ്റ്റ് 2 raised to 1 into 0 ആണ്. 2 raised to 1 into 0 ഔട്ട്പുട്ട് വരുന്നത് 0 തന്നെയാണ്, കാരണം ഇവിടെ 0 വരുന്നതുകൊണ്ട്. പക്ഷേ നെക്സ്റ്റ് വാല്യൂ ഇവിടെ ഈ 1 പ്ലേസിൽ വരുന്ന സമയത്ത് 2 raised to 2 into 1, അപ്പോൾ ആ ഒരു വാല്യൂ എന്ന് പറയുന്നത് 4 ആണ്. പിന്നെ നെക്സ്റ്റ് വാല്യൂ നമുക്ക് 0 കിട്ടി. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു 4 എന്ന് പറയുന്ന നമ്പർ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് ബേസിക്കലി ഈ ഒരു ബൈനറി റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഒരു 3-4 ഡിജിറ്റ് കൊണ്ട് കമ്പ്യൂട്ടറിലെ ഹ്യൂജ് വോളിയൂം ഓഫ് ഡാറ്റ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതിന് നമ്മൾ ഒരുപാട് പൊസിഷൻസ്, വളരെ വലിയ കാര്യങ്ങളെടുത്തിട്ടാണ് വലിയ വലിയ ഡാറ്റാസ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലെ ഒരു പൊസിഷൻ, അതായത് ഒരു 0 അല്ലെങ്കിൽ ഒരു 1, അതിന് നമ്മൾ പറയുന്നത് ഒരു ബിറ്റ് എന്നാണ് കമ്പ്യൂട്ടറിൽ പറയുന്നത്. അപ്പോൾ അതിൽ നമ്മൾ 8 ബിറ്റുകൾ ചേരുമ്പോഴാണ് നമ്മളൊരു ബൈറ്റ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിൽ ജനറലി പറയുന്നത്. അപ്പോൾ ഈ ഒരു പൊസിഷൻ നോക്കുകയാണെങ്കിൽ ഇതിൽ 4 ബിറ്റാണുള്ളൂ. അപ്പോൾ അതുപോലെ ഒരു 4 ബിറ്റും കൂടി അല്ലെങ്കിൽ ആ ഒരു പൊസിഷനും കൂടി വന്നു കഴിഞ്ഞാൽ നമുക്കത് 8 ബിറ്റ് അല്ലെങ്കിൽ ഒരു 1 ബൈറ്റ് ആയെന്ന് പറയാനായിട്ട് സാധിക്കും.
ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കമ്പ്യൂട്ടറിൽ നമുക്ക് നമ്പേഴ്സ് മാത്രമല്ല ഈ ബൈനറി കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. നമ്മളിപ്പോൾ സേവ് ചെയ്യുന്ന ടെക്സ്റ്റ് ഫയൽസ് അല്ലെങ്കിൽ ഇമേജസ്, ഓഡിയോ, അങ്ങനെ എന്ത് ഇൻഫർമേഷൻ നിങ്ങൾ കമ്പ്യൂട്ടറിൽ ചെയ്യുന്ന എന്ത് കാര്യം വേണമെങ്കിലും നമുക്ക് ബൈനറി ഡാറ്റ, അതായത് ജസ്റ്റ് 1s and 0 കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ വരുന്ന വീഡിയോസിലായിരിക്കും പഠിക്കുന്നത്. പക്ഷേ ഈ ബൈനറി എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇത് അറിഞ്ഞിരിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് പ്രോഗ്രാമിംഗ് മാത്രം അറിഞ്ഞിരുന്നുകൊണ്ട് കാര്യമില്ല, ഇങ്ങനെ ഫണ്ടമെൻ്റൽസ് ആയിട്ടുള്ള ടോപ്പിക്സും കൂടി നന്നായിട്ട് അറിഞ്ഞിരിക്കണം. കൂടുതൽ കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ പഠിക്കാം.